ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കുഞ്ഞുള്ളി റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് ഞാൻ ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണിത്. മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകളാണ് കേട്ടോ ചിക്കൻ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇത് എയർ ഫ്രയറിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ആണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വർക്ക് പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ആ ഒരു സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളി മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1.5 കിലോ ചിക്കന് ഞാനിതിലേക്ക് ഒരു 3/4 കിലോ ചെറിയുള്ളിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രേവി എന്തോരം ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും ഈ ഒരു ചെറിയുള്ളിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒട്ടും കേടുകൂടാതെ 3-4 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞുള്ളി റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. അപ്പോൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടുന്നവർക്ക് ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ പറയുക, ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഇത്. മിക്സിയുടെ ജാറിലിട്ട് ചെറിയുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഇട്ട് റോസ്റ്റ് ചെയ്യുന്നതിനേലും കുറച്ചുകൂടി ടേസ്റ്റും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും ആയിട്ടുള്ളത് ഈ ഒരു കുഞ്ഞുള്ളി റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കൂടുതലും ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഉള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് തന്നെ അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങി വരുന്നേ ഉള്ളൂ. വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ. കണ്ടില്ലേ, ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും ചെറിയുള്ളി നന്നായിട്ടൊന്ന് കളറ് മാറി വരണം കേട്ടോ. ആ ഒരു രീതിയിലാവുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ ചെറിയുള്ളി നല്ല റോസ്റ്റായിട്ട് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി എളുപ്പം വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കനിൽ വളരെ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് ചെറിയുള്ളി റോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് കുറച്ച് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. ഇപ്പോൾ ശരിക്കും ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളി. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് കിട്ടണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കുഞ്ഞുള്ളി റോസ്റ്റായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം ഗൾഫിലൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ഇപ്പം ഗ്രേവി ആയിട്ടുള്ള ജസ്റ്റ് കറി രൂപത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കറിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഗ്രേവി വേണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി കുറച്ച് ഗ്രേവി ആവശ്യമുള്ളൂ, ഡ്രൈ ആയിട്ട് തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു അളവിൽ ചെയ്താലും മതി കേട്ടോ. അതല്ല പിന്നെ കറിയായിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുഞ്ഞുള്ളി യൂസ് ചെയ്യാം. അപ്പോൾ നല്ല അധികം ഗ്രേവി കിട്ടും. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുമ്പൊക്കെ ഉണ്ടല്ലോ ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഞാൻ എയർ ഫ്രയറിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ എയർ ഫ്രയറിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ ചിക്കനിലേക്ക് ആ ചെറിയുള്ളിയുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി റോസ്റ്റ് റെഡിയാണ്. അപ്പം വളരെ കുറച്ച് ടൈം മാത്രം മതി. ജസ്റ്റ് ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആ ഒരു സമയമാണ് മെയിനായിട്ട് ഇത് വേണ്ടത് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കുഞ്ഞുള്ളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.